ഹായ് പി എസ് സി ആസ്പിറൻസ് അനദർ സ്റ്റഡി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് 3ാം സ്റ്റേജാണ് ഡിഗ്രി പ്ലംസിൻ്റെ എക്സാം വന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഇനി 2-3 ദിവസത്തിനുള്ള എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു റിവിഷൻ ഡേ ആണിത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ ടു ഡു ലിസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ റിവിഷൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഇതുവരെയും ടു ഡു ലിസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു LGS അതുപോലെ തന്നെ ഡിഗ്രി പ്ലംസ് ഒക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ടു ഡു ലിസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതെനിക്ക് ഒരു വേ ഓഫ് മെത്തേഡ് എനിക്ക് കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. നമ്മളൊരു മൈൻഡിനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും. സോ പണ്ട് ഞാനുണ്ടല്ലോ കഷ്ടപ്പെട്ട് PSC പഠിക്കുന്ന ഒരാളായിരുന്നു. സോ ഇപ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങിയതെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് സ്റ്റൈലും അതുപോലെ PSC പണ്ടും കൂടെ ഒന്ന് മെർജ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നുണ്ട്. പണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷനിൽ ഞാൻ പഠിച്ചു തുടങ്ങിയ ഒരാളാണ്. സോ എന്നാലും ഞാനൊരു കാര്യം പറയാം, ആ ഒരു പറ്റത്തില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ തുടങ്ങിയെടുത്തു നിന്നാണ് ഞാൻ എൻ്റെ ബേസൊക്കെ PSCയിൽ ഒരു കൊണ്ടുവന്നിട്ടുള്ളത്. സോ ബേസ് ആണല്ലോ ഇമ്പോർട്ടൻ്റ്. സോ ബേസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ ലൈഫും PSC പണ്ടും കൂടി അങ്ങ് മർജ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ എനിക്കിപ്പം പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് PSC പഠിക്കുന്നതിനെക്കാട്ടി ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോഴും ആ ഒരു വേ ഓഫ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും നിങ്ങളുടെ ഇപ്പം ചിലർ ജോലിക്ക് പോകുന്നവരായിരിക്കും, ചില കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ കീപ്പ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി പഠിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി തരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ടൈം ടേബിൾ തയ്യാറാക്കി തരുമ്പോഴത്തേക്കോ സോ നമുക്കത് പഠിച്ച് തീരണമെന്നില്ല ആ ഒരു ദിവസത്തിനകത്ത്. അപ്പം നമുക്ക് ആകെ കൊണ്ട് ടെൻഷനായി ബേജാറായി ഭയങ്കരമായിട്ടും നമുക്ക് ഒരു നെഗറ്റീവ് ഫീൽഡിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ. സോ അപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, ആ ഒരു ടു ഡു ലിസ്റ്റ് മിക്കപ്പോഴും നമുക്ക് തീർക്കാനൊക്കെ പറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നും. വീണ്ടും വീണ്ടും നമുക്ക് പഠിക്കാനൊരു പഠിക്കാൻ പറ്റുമെന്നൊരു തോന്നലൊക്കെ വരുമല്ലോ. സോ ആ ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ഞാനൊരു റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ടു ഡു ലിസ്റ്റിൽ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് സിലബസിൽ നിന്ന് 2 ടോപ്പിക് എടുക്കും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൽ നിന്ന് 2 ടോപ്പിക്കും എടുക്കും. അതുപോലെ ഡിഗ്രി പ്ലംസിന് ഫസ്റ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്സിന് 2-3 ടോപ്പിക്സ് വീതം എടുത്തിട്ടാണ് ഡെയിലി ഞാൻ പഠിക്കുന്നത്. സോ അതൊരു നല്ല വേ ഓഫ് മെത്തേഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് അതുപോലെ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തും കൂടിയാണ് പഠിക്കുന്നത്. സോ പിന്നെ മാത്സിനെ കുറിച്ചാണെങ്കിൽ ഞാനിപ്പം മാത്സ് പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ കറക്റ്റ് ഇപ്പം ഡിഗ്രി പ്ലംസിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ടൈം ആൻഡ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രി പ്ലംസിന് റിപ്പീറ്റഡ് ആയിട്ട് പല സമയത്ത് ചോദിച്ചിട്ടുള്ളത്. ഈ 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ചെയ്ത് പഠിക്കുന്നത്. അല്ലാതെ ബേസിക് ലെവൽ മുതൽ ഫുൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 5 ലെവൽ ഓഫ് ടൈപ്പ്, ഈ ഒരു 5 ടൈപ്പ് വളരെ കൃത്യമായിട്ട് പഠിക്കണം. അതാണ് വലിയ കാര്യം. സോ അത് വന്ന വഴി അതിൻ്റെ രീതികൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മളിപ്പം ക്വസ്റ്റ്യൻ്റെ നമ്പരും ഇപ്പോൾ തുകയൊക്കെ മാറ്റിയിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു വേ ഓഫ് മെത്തേഡിൽ എനിക്ക് മാത്സ് നല്ല പഠിക്കാനായിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ നമുക്കത് കിട്ടുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു അത് കിട്ടിയിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളിപ്പം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും നമ്മളിലേക്ക് തന്നെ എത്തും. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി. ഞാൻ ഒരു കണ്ടിന്യൂസ് സ്റ്റഡി ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. സോ അങ്ങനെ ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉറപ്പുണ്ട് ഇത് എവിടെയെങ്കിലും എത്തിയിട്ടേ ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. കാരണം ഒരു പോയിന്റ് ഓഫ് എക്സാമിന് ബേസ് ചെയ്തിട്ടല്ല ഞാനിപ്പം പഠിക്കുന്നത്. ഈ ഒരു ഇയറിലേക്കുള്ള എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് കിട്ടിയില്ലെങ്കിൽ പോലും നെക്സ്റ്റ് എക്സാം എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു ഡിഗ്രി ലെവലിൽ പഠിച്ചു പോയാൽ ആ ഒരു മൈൻഡിൽ ഞാൻ പഠിക്കുന്നുണ്ട്. എനിക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. അപ്പം എല്ലാവരും ആ ഒരു ലെവലിൽ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഞാൻ എൻ്റെ സന്തോഷവും എൻ്റെ സങ്കടവും എല്ലാം ഇമോഷൻസും
പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ PSC പഠനം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഡിപ്രഷൻ അടിക്കും. കാരണം PSCയുടെ ഇപ്പോഴത്തെ നിയമനവും എല്ലാം കൂടെ വെച്ച് എക്സാമും എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്കൊപ്പം ഈ PSC പഠനം ഉറപ്പായിട്ടും മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു യൂസ് ആവും. നന്നായിട്ട് പഠിക്കുക. ഓരോ സംഭവവും പഠിക്കുമ്പം ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക.